നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാഥൻ. ചാനൽ NNR-STR സ്കൂൾ ഓഫ് വിസ്ഡം. സത്യത്തെക്കുറിച്ച് പലരിലൂടെയും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയും അല്ലാതെയൊക്കെ പല ഒബ്സർവേഷൻസും നടത്തിയിട്ടുണ്ട്. അപ്പം അതിൽ ഒരേ കാര്യത്തെക്കുറിച്ച് പലരും സംസാരിക്കുമ്പോൾ തർക്കം വരാറുണ്ട്. അത് എവിടെയും വരും. അതിപ്പോൾ നമ്മൾ നിയമം പറഞ്ഞാലും വരും. ഒരേ കാര്യം കോടതിയിൽ രണ്ട് വാദം പറയുന്നില്ലേ, എന്നിട്ട് അതിൻ്റെ കുറച്ച് വിധി വരുന്നല്ലോ എന്ന് പറയുന്ന കണക്ക് ഈ സത്യത്തെക്കുറിച്ച് നമ്മളൊരു എന്തായാലും പറയുന്ന ഒരു ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ആധികാരികമായി അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. കാര്യം അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അന്വേഷണം അവസാനിക്കും എന്നുള്ളത് കൊണ്ടാണ്. അന്വേഷിച്ച് തന്നെ ഇത് കണ്ടെത്തണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അത് പറഞ്ഞ് പഠിക്കുന്നതിനേക്കാളും കൊണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബൈ എക്സ്പീരിയൻസ്, ലിവിങ് ബൈ എക്സ്പീരിയൻസ് എന്ന് പറയും. അത് നമ്മളെല്ലാ സ്ഥലത്തും നോക്കിയാലും അറിയാം. അതിപ്പോൾ ഭഗവത്ഗീത 701 ശ്ലോകമൊന്നും പഠിക്കണ്ട. അതിനകത്തും എന്താ പറയുന്നത്, സാക്ഷാൽ ഉപദേശിക്കുന്ന ആൾ കൃഷ്ണൻ പറയുന്നെങ്കിലും നീ കേൾക്കണ്ട, നീ യുക്തിയുക്തം ഇത് ആലോചിച്ച് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് അപ്പം ഞാനത് പറയാൻ വരാൻ കാരണം, നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടണമല്ലോ. ഇപ്പം പലരും ഒരു കാര്യത്തെക്കുറിച്ച് പലത് പറയുകയാണെങ്കിൽ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇത് പഠിച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നുള്ളവർക്ക് ഒരു പോയിന്റിൽ എത്തണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ അവസാനം ഈശാവാസ്യ ഉപനിഷത്ത് എടുത്തിട്ട് ആ ഉപനിഷത്തിലെ ശ്ലോകമൊന്നും പഠിച്ചില്ലെങ്കിലും ആ ഉപനിഷത്തിൻ്റെ പേര് തന്നെ എന്താ, ഈശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സത്യം. ഈശാവാസ്യം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ആവരണപ്പെട്ടിരിക്കുന്ന സാധനമാണ് സത്യം. ഇത് തന്നെ നമ്മൾ ഫിസിക്സിലും ക്വാണ്ടം ഫിസിക്സിലും പല ലെവലിലും പറഞ്ഞു. എന്തിനാണ് നമ്മൾ ആ ഉപനിഷത്തിൽ വന്ന് നിൽക്കുകയും ആ ഉപനിഷത്തിൻ്റെ വാക്ക് എഴുതിയിടുക? വേറെ കൊണ്ടല്ല, പലതവണ പറഞ്ഞതാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നു, നമുക്ക് കെമിസ്ട്രി അറിഞ്ഞുകൂടാ, അതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട് എത്ര ഓക്സിജൻ ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വെള്ളം കുടിക്കാൻ അത് അറിയണമെന്ന് ചോദിച്ചാൽ അറിയണ്ട. ഇതാണ് ശരിക്കും എക്സ്പീരിയൻസ് ലെവലും തിയറിയും തമ്മിൽ. 701 ശ്ലോകം പഠിക്കാത്തവർ പോലും പെർഫെക്റ്റായിട്ട് സത്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു പഠന മാർഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെയാണ് പോവാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മളിതിൻ്റെ തിയറി നമ്മൾ നല്ലവണ്ണം പഠിച്ചില്ലെങ്കിൽ ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അതിനൊത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. നമ്മൾ കൊച്ചിലെ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഏതാണ്, ഒരു പുലി ഇങ്ങനെ ജനിച്ച് വളർന്നോട്ട് ആടിൻ്റെ കൂടെ വളരുകയും അതിങ്ങനെ നടക്കുകയാണ്. എന്താണ്, അതിനറിയത്തില്ല അത് പുലിയാണെന്ന്. കുറേ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ പുലിക്ക് നിർദ്ദേശം കൊടുത്തു. പലതവണ പറഞ്ഞു നോക്കി, കേട്ടില്ല. അവസാനം പറഞ്ഞ് നീ പോയി ആ വെള്ളത്തിൽ നോക്കാൻ പറഞ്ഞു. വെള്ളത്തിൽ നോക്കിയപ്പം ബാക്കിയെല്ലാം കൂടെയുള്ള എല്ലാ ആടും താൻ പുലിയാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇതാണ്, എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അത് മനസ്സിലാവത്തില്ലെന്നല്ല, അതിൻ്റെ ഒരു റിയൽ ഇത് കിട്ടണമെങ്കിൽ അവനവൻ അനുഭവിക്കണം എന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ 2 അടി കൊടുത്ത് പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയും. അതും അല്ലെങ്കിൽ അവസാനം കൊണ്ട് പഠിക്കുമെന്ന് പറയും. ഉദാഹരണത്തിന് മോഷണം നടത്തരുത് എന്ന് നമ്മൾ പറയുന്നു. ഒരാൾ മോഷണം നടത്തുന്നു, അയാളെ നമ്മൾ ശാസിക്കുന്നു, അല്ലെ 2 അടി കൊടുക്കുന്നു, എന്നിട്ട് വേണ്ട കേൾക്കുന്നില്ല. പിന്നെയും ഇയാൾ മോഷണം നടത്തിക്കൊണ്ടേയിരിക്കും. അവസാനം എന്താ, പോലീസ് പിടിച്ച് ജയിലിലിടും. ജയിലിലിടുന്നത് എന്തിനാ? ഇയാൾ നന്നാവാനാ. അയാൾ നന്നാവുമെന്ന് വെച്ചാൽ ചിലർ നന്നാവും, ചിലപ്പോൾ അതിനേക്കാളും ഗംഭീര കള്ളന്മാരാവും.
അപ്പോൾ ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് തൽക്കാലം ഇനി സത്യത്തെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും സത്യം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് എനർജി അനുസരിച്ചിട്ട് അത് കൂടുന്നുമില്ല, കുറയുന്നുമില്ല, അതൊരിക്കലും നശിക്കുന്നുമില്ല. പിന്നെന്താ, അതിൻ്റെ ഷേപ്പ് മാറുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊബൈൽ ഉണ്ടാവുന്നതിന് മുമ്പ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ വേറൊരു വസ്തുവിലുണ്ടായിരുന്നു. ഈ വസ്തുവിലേക്കായി നാളെ മൊബൈൽ അവർ റീസൈക്കിൾ ചെയ്യുന്നു, പുതിയതിലേക്ക് മാറുന്നു. അപ്പം ഇത് ആണ് സത്യമെന്ന് പറയുന്നത്. അത് ഫിസിക്സിൽ പറഞ്ഞാലും ഇനി നമ്മൾ ക്വാണ്ടം ഫിസിക്സിലെന്താ, എല്ലാം കണക്റ്റഡാണ്. ഇതല്ലേ ഈശാവാസ്യ ഉപനിഷത്തിലും പറയുന്നത്. എല്ലാം പൂർണ്ണമാണ്, അതും പൂർണ്ണം, ഇതും പൂർണ്ണം, എല്ലാം പൂർണ്ണം. എല്ലാം ഒന്നിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതവിടെ. ഇനി നമ്മൾ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, സത്യം എന്ന് നമ്മൾ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. ഇനി സൃഷ്ടി കഴിഞ്ഞാണ് ടൈം ആൻഡ് സ്പേസ് വരുന്നത്, ബിഗ് ബാങ്കിന് ശേഷം. അപ്പം അതും നമുക്കൊന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ തർക്കിക്കും. ഈ തർക്കിക്കുന്ന നമ്മൾ സ്ഥിരം പറയുന്നത്, ഈ പഠിക്കാത്ത കുട്ടികൾ ഒരിക്കലും പഠിക്കത്തില്ല. അവർ പഠിക്കത്തില്ലെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരെ പഠിക്കാനും സമ്മതിക്കത്തില്ല. പഠിപ്പിക്കുന്നവരടുത്ത് കുറേ കൊനഷ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഇതിനെ കുളമാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ വീഴാതിരിക്കണമെങ്കിൽ ആരെന്ത് ചോദിച്ചാലും അടിയുറച്ച് നമുക്ക് പറയാനുള്ള ധൈര്യം വേണം. ശാസ്ത്രം ആര് പറഞ്ഞാലും ഒന്നാണ്. സത്യം എന്ന് പറയുന്നൊരു ശാസ്ത്രമാണ്. അതാണ് ഇവർ പറയുന്നത്, കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ, സയൻസ് ആൻഡ് ഫിലോസഫി. ഏത് ലെവലിൽ നിന്ന് പറഞ്ഞാലും വാട്ടർ ഈസ് ഈക്വൽ ടു 2 കമ്പോണൻ്റ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 കമ്പോണൻ്റ് ഓഫ് ഓക്സിജൻ ആണ്. ഇനി അപ്പോൾ സൃഷ്ടിക്ക് ശേഷം അതാ ഞാൻ പറയാൻ വന്നത്. അതെവിടെ പറയുന്നു പറഞ്ഞാൽ, ഈ സൃഷ്ടിയിലാണ് ഓം എന്ന് പറയുന്ന വാക്ക് പറയുന്നത്. അത് മാണ്ഡവ്യ ഉപനിഷത്തിലാണ് ഇത് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഓം എന്ന് പറഞ്ഞാൽ AUM, 3 ഇതിനെ തിരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കോൺഷ്യസിൻ്റെ പല സ്റ്റേജാണ് ഇവർ പറയുന്നത്. ആദ്യത്തെ ഇവർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. ഇപ്പം നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതാണ് ആദ്യത്തെ അവസ്ഥ, വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്തത് എന്താണ്? സ്വപ്നാവസ്ഥയാണ്, ഡ്രീം. അതാണ് AU. അവിടെ എന്താണ്? അവിടെ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. നമ്മൾ ഇന്ത്യയിൽ കിടന്ന് ഉറങ്ങുന്നു. സ്വപ്നത്തിൽ നമ്മൾ അമേരിക്കയിലാണ്. സ്വപ്നത്തിൽ നമ്മൾ അമേരിക്കയിലിരിക്കുന്നതായിട്ട് കാണുന്നു. ആ സ്വപ്നം കാണുമ്പം അമേരിക്ക എന്ന് പറയുന്നത് സത്യമാണ്. ഉണരുമ്പോൾ അത് സത്യമാണോ? അല്ല. ഇതും ഒരു കോൺഷ്യസ് സ്റ്റേറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്വപ്നാവസ്ഥയിലാണ്. ഇല്ലാത്ത അമേരിക്കയെ കണ്ടതുപോലെയാണ് നമ്മൾ ഈ ജഡവസ്തുക്കളെ കണ്ടിട്ട് സത്യമാണെന്ന് വിചാരിക്കുന്നു. ഈശാവാസ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാത്തിലും ഞാനാണ്. എല്ലാ വസ്തുവിലും നിങ്ങൾ നല്ലതും ചീത്തയും എന്ന് പറയുന്നതും ഞാൻ തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ശരിയും തെറ്റും വരുന്നത്? അത് യഥാർത്ഥത്തിലുള്ള അറിവില്ല. നമ്മൾ വെള്ളത്തിനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഇനി വെള്ളം എന്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യണം? വെള്ളത്തിൽ അഴുക്കുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ആരെങ്കിലും വിഷം ചേർത്തു എന്ന് വിചാരിക്കുക. രാജാക്കന്മാരുടെ കാലത്ത് അവർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ച് നോക്കിയതിന് ശേഷമേ അവർ കഴിക്കാറുള്ളൂ അന്നത്തെ കാലത്ത്. ഇന്ന് നമുക്ക് ലാബിൽ ടെസ്റ്റ് ചെയ്യാം. പിന്നെ അവർ പറയുന്നൊരു ഉദാഹരണം ഉണ്ടല്ലോ, കയറിനെ കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ അടുത്തുപോയി നോക്കിയാൽ മതി. ഒരു വടിയെടുത്താൽ അടുത്തുപോയി നോക്കിയാൽ മതി. അതിനുള്ള ധൈര്യം കാണിക്കണം. ഇനി
കയറിനെ പാമ്പായി കണ്ടു എന്നിവർ കോൺഷ്യസ് സ്റ്റേറ്റിൽ പറയുന്നില്ലേ? ശരിക്കും അവിടെ കയറിലും ഞാനാണ്, പാമ്പിലും ഞാനാണ് എന്നുള്ളൊരു പൂർണ്ണതയാണ് നമ്മൾ പറയുന്ന സത്യം. അപ്പം ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? അത് ഡീപ്പ് സ്ലീപ്പാണ്. അതൊരു ദിവസം നമ്മൾ 5 മണിക്കൂർ ഉറങ്ങുന്ന വിചാരിക്കൂ. അതിൽ കുറച്ച് സമയം നമുക്കൊരിക്കലും ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ബോധത്തിലാണ്, സത്യത്തിലാണെന്ന് പറയുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. രമണ മഹർഷിയുടെ ഹുവായിൽ പറയുന്നുണ്ട്. ഞാനിതൊരു കാലത്ത് ഹുവാമായി ജിദ്ദു കൃഷ്ണമൂർത്തിയൊക്കെ പറഞ്ഞപ്പോൾ ഉപനിഷത്തൊന്നും വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ അതിനെ ഉപനിഷത്തിൽ കൊണ്ടുവന്ന് കെട്ടുന്ന എന്തിനറിയാമോ? ജിദ്ദു കൃഷ്ണമൂർത്തിയും രമണ മഹർഷിയും വായിച്ചിട്ടില്ലാത്ത ഒരാൾക്കും എവിടെയെങ്കിലും എത്താൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ സ്വർണ്ണലിപിയിൽ എഴുതിയിടുക. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കുന്നെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. നമ്മൾ സ്കൂളിൽ വല്ല പഠിക്കുന്ന കുട്ടികളാണോ? പഠിക്കണം, ഒന്നും വേണ്ട, ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏത് കോഴ്സ് പഠിക്കാൻ, ഒന്നും പഠിക്കുകയൊന്നും വേണ്ട. പരീക്ഷ പാസ്സാവാൻ പല വഴികളുണ്ട് അല്ലേ? എന്തെങ്കിലുമൊക്കെ എഴുതിയാലും 10ാം ക്ലാസ് വരെ പാസ്സാവും. എന്തിന്? ഡിഗ്രിയും PG അല്ലെങ്കിൽ വലിയ വലിയ ഹയർ ലെവൽ ഇതിൽ വരെ സാധ്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, ഇത് സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സബ്ജക്റ്റാണ് ഈ സത്യാന്വേഷണം എന്ന് പറയുന്നത്. അതൊരു തപസ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വരുന്നത്, മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഇത് വ്യക്തമായും പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റ്. ഇനി ഇത് കഴിഞ്ഞൊരു 4ാമത്തെ അവസ്ഥയുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ബോധോദയം, നിർവാണ, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ അവർ പറയുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ ഇതിനെല്ലാം കടന്നു വരുന്നൊരവസ്ഥ, ഇതിനെല്ലാം കടന്നു വരുന്നൊരവസ്ഥയാണ്. അതിന് തുര്യമെന്ന് പറയും. അത്രയേ ഉള്ളൂ. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഏത് ആളെ എടുത്താലും ഈ 2 എണ്ണത്തിൽ ഈ ഈശ, അതായത് സത്യത്തെ ഡെഫിനിഷൻ ചെയ്തിരിക്കുന്ന സാധനം. ഇനി ട്രൂത്തിനെ കുറിച്ച് പല രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്ററിൽ പറയുന്നത് എന്താ? ട്രൂത്ത് ഇസ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു വൺ ലൈഫ്, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഓൾ ലൈഫ്സ്. ഒരു ജന്മത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, എല്ലാ ജന്മങ്ങളിലും ഉള്ളതാണ്. അതാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. കൃഷ്ണ, എനിക്കറിയാം എൻ്റെ പോയ ജന്മങ്ങൾ, നിനക്കറിഞ്ഞൂടാ നിൻ്റെ പോയ ജന്മങ്ങൾ. അപ്പം ഈ ഒരു ജന്മം കൊണ്ട് അവസാനിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ഈ ശാസ്ത്രത്തിനെതിരാണ്. ഇപ്പം സത്യം എന്താണെന്ന് പറഞ്ഞു. ബിഗ് ബാങ്ങിന് മുമ്പ് എന്താണ്? ആദിയിലുണ്ടായ ശബ്ദം ഓമാണ്. ഓമിൻ്റെ ആ സിലബി, ആ എഴുത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മേളിലൊരു ചന്ദ്രക്കലയും കുത്തുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ശബ്ദം തന്നെ അവസാനിക്കുന്നില്ല. തുടക്കവും ഒടുക്കവും നമ്മൾ എന്ന് പറയുമ്പം ആ പറഞ്ഞു വന്ന് എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം ഒന്നാണ്. അപ്പം ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ ഏതാണ് ലാമ തല പുറത്തിട്ടതുപോലെ സൃഷ്ടിയിൽ ടൈം ആൻഡ് സ്പേസ് വന്ന്. ഇനി നമ്മളെന്താ, ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന മായയാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റിലെത്തും. നമ്മൾ അത് അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കണ്ണാടിയിൽ അഴുക്കുണ്ടെങ്കിൽ ആ അഴുക്കിനെ നമ്മൾ ഈ ഉപനിഷത്ത് ജ്ഞാനത്തിലൂടെ നമ്മൾ തുടയ്ക്കുന്നു, അല്ലെങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തി ജ്ഞാനത്തിലൂടെ തുടയ്ക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധൻ്റെ ജ്ഞാനത്തിലൂടെ തുടയ്ക്കുന്നു, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജ്ഞാനത്തിലൂടെ തുടയ്ക്കുന്നു. ഏത് അറിവായാലും കൊള്ളാം. അറിവ് എങ്ങനെ പറഞ്ഞാലും, ഏത് ഭാഷയിൽ പറഞ്ഞാലും, ഏത് മതത്തിൽ പറഞ്ഞാലും, ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇനി പറയാൻ സാധ്യമല്ല. ഉപനിഷത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി കേനോ ഉപനിഷത്ത് എന്ന് വെച്ചാൽ അവിടെയും ചോദിക്കുന്നത് എന്താണ് സത്യം, സത്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഉപനിഷത്തുകളിലെല്ലാം ഇത് പറയുന്നുണ്ട്. ഇനി മരണത്തെക്കുറിച്ച് പറയുന്ന
ഉപനിഷത്തിൽ പലതവണ ഞാൻ പറയുന്നുണ്ട്, കഠോപനിഷത്തിൽ എന്താണ് മരണത്തിന് ശേഷം എന്താണ് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ആരുടെ യമൻ്റെ അടുത്താണ്. അത് എൻ്റെ എന്താ അറിയാം, നീ എന്നോട് മരണത്തിന് ശേഷം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു ജനനം തന്നെയില്ല, പിന്നെ ജനനം തന്നെ ഇല്ല, പിന്നെ ഞാൻ മരണത്തിന് ശേഷം ഉള്ളതിനെക്കുറിച്ച് എങ്ങനെ പറയും? ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളാണ്. 500 പേജുണ്ട്. ടോക്കിംഗ് ടു ദ ഡെത്ത് ഗോഡ് എന്നാണ് ബുക്കിൻ്റെ പേര്. ഇംഗ്ലീഷിൽ ഓഷോ എഴുതിയൊരു ബുക്കുണ്ട്. ആ പുസ്തകമൊക്കെ വായിച്ചാൽ നമ്മൾ ഡയറക്റ്റ് സാക്ഷാ ലെമൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഇരിക്കും. ഞാൻ പറയുന്നത് അതൊന്നും വായിക്കണ്ട, വായനയൊക്കെ അവസാനിപ്പിക്കുക. കഠോപനിഷത്തിൻ്റെ സാരം ഇതാണ്: ജനനമില്ല. മാണ്ഡോക്യ ഉപനിഷത്ത് എന്താണ്? സൃഷ്ടിക്ക് ശേഷം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ടൈമും സ്പേസും എല്ലാം നമ്മളിൽ കടന്നത്, അതിനെ ഓവർകം ചെയ്യുക. അവിടെ കഴിഞ്ഞു. കേനോപനിഷത്തിലും പറയുന്നുണ്ട്, ഉദാഹരണം പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ എന്തോ ഒരു ടേം, ദേവനോ എന്തോ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ആളെ പരീക്ഷിക്കാനായിട്ട് ആദ്യം നമ്മുടെ ഫയറിൻ്റെ ഗോഡ് പോവുകയാണ്, തീയുടെ ദൈവം പോവുകയാണ്. പോയിട്ട് എന്താണ് പോകുമ്പോൾ പറയും, ഒരു പുല്ലിൻ്റെ കഷ്ണം കൊടുത്തിട്ട് കത്തിക്കാൻ പറയും. അപ്പോൾ കത്തിക്കാൻ പറ്റിയില്ല. അടുത്തത് കാറ്റിൻ്റെ ദൈവം, മരണദൈവം അവിടെ പോകുന്നു. ഇതൊന്ന് ഊതാൻ പറഞ്ഞു, പറ്റിയില്ല. ഇന്ദ്രൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അവിടെ ചെന്നപ്പോൾ കാണാൻ പോലും പറ്റിയില്ല ആളെ. അങ്ങനെ ഇവർ അവിടെ കൂടിയാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ടു, പാർവതി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കത്തില്ല, പൂർണ്ണമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് വിചാരിച്ചാലേ നടക്കൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയുന്ന ഉദാഹരണം, ബൾബ് കത്തുമ്പോൾ ബൾബ് വിചാരിക്കുകയാണ് ഞാനാണ് കത്തുന്നതെന്ന്. അല്ല, ഈ ഇലക്ട്രിസിറ്റിയാണ് അതിൻ്റെ സോഴ്സ് എന്ന് തിരിച്ചറിയണമെന്ന് കേന ഉപനിഷത്തിൽ ഉദാഹരണം പറയുന്നുണ്ട്. അത് ഈ ഉപനിഷത്തിൻ്റെ എല്ലാം സാരം ഒന്നാണ്. അപ്പോൾ ഇതിൽ വ്യത്യസ്തമായി ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ പലരും തർക്കിക്കാറുണ്ട്. അത് ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവർ തർക്കിക്കുകയല്ല ചെയ്യുന്നത്. അവർ വിശാലമായ വായനയില്ല ഇവർക്ക്. ഇവരേതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് അതാണ് സത്യം എന്ന് പറയും. അത് ശരിയാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു പുസ്തകം പഠിച്ചാൽ മതി. ഇനി ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമുണ്ട്, ചിക്കാഗോ സ്പീച്ച് 10 രൂപ കൊടുത്താൽ കിട്ടും. ഇംഗ്ലീഷും കിട്ടും, മലയാളം കിട്ടും. രാമകൃഷ്ണ മിഷൻ്റെ ലൈബ്രറി ചെന്നാൽ ആർക്കും വായിക്കാം. അതിൽ ഞാൻ പറയുന്നത് മൊത്തം കാണാതെ പഠിക്കണ്ട, ഒരു പേജും പഠിക്കണ്ട, ഒരു പാരഗ്രാഫും പഠിക്കണ്ട, ഒരു സെൻറ്റൻസ് വേണ്ട, അതിൽ ഒരു വാക്ക് പഠിച്ചാൽ മതി. നമ്മളീ പറയുന്ന സാധനമാണ്, അത് മതി. ഇനി അതല്ല, വിശാലമായി നമുക്ക് ചിന്തിക്കണം, നമുക്കിതിനെക്കുറിച്ച് അറിയണം, റിസർച്ച് നടത്തണം, നമുക്ക് ഡോക്ടറേറ്റ് എടുക്കണം, നമുക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യണം, നമുക്ക് പ്രഭാഷണം നടത്തണം. അങ്ങനെയുള്ളവർക്ക് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാം. പക്ഷേ ഈ പഠനം, നമ്മുടെ ഏതൊരു റിസർച്ചിന് ഒരു ടോപ്പിക് എടുക്കുമ്പോഴും 5, 10, 15 വർഷം, 20 വർഷമൊക്കെ റിസർച്ച് നടത്തുന്നവരുണ്ട്. എന്നിട്ടും ഉത്തരം കണ്ടെത്താത്തവരുണ്ട്. നമ്മളൊരു റിസർച്ചിന് പോകുമ്പോൾ ഉത്തരം കണ്ടെത്തണമെന്നില്ല, ചിലർക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഈ ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. PhD ഒരു യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഏറ്റവും വലിയ ഡിഗ്രി. ഇത് പഠിച്ചവർക്കറിയാം, ഇതെടുത്തവർക്കറിയാം ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നല്ല, ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നിസ്സാര ഒരു ഉത്തരത്തിനാണോ നമ്മൾ വർഷങ്ങളോളം ചിലവാക്കിയത്. പക്ഷേ അങ്ങനെ ചിലവാക്കി അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മാധുര്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളാണ് അതിൻ്റെ ഉറവ, നമ്മളാണ് അതിൻ്റെ അതോറിറ്റി. നമുക്ക് മേളിൽ ആരുമില്ല. പിന്നെ അതിനാണ് ഇവർ PhD എന്ന് പറയുന്നത്. അപ്പം അത് ആ ലെവലിൽ നമ്മൾ തപസ് ചെയ്ത് കണ്ടെത്തേണ്ട, ഒരു യൂണിവേഴ്സിറ്റി പോയി രജിസ്റ്റർ ചെയ്യണ്ട, നമ്മൾ തന്നെ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. നമ്മൾ തന്നെ ഒരിക്കൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഒരു ഇഞ്ച് നമ്മൾ അനങ്ങത്തില്ല. ഇനി യഥാർത്ഥത്തിൽ അറിവുള്ളവർ വരുമ്പം, ഞാനത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്,
നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, അമൃതാനന്ദമയുടെ ഡിവോട്ടീസ് ഇവർ സംസാരിക്കുമ്പം അവരൊരു ഐക്യമുണ്ട്. ആർട്ട് ഓഫ് ലിവിങ് ചെല്ലുമ്പം അവിടെയും രവിശങ്കറിൻ്റെ ഡിവോട്ടീസ് തങ്ങളിലൊരു ഐക്യമുണ്ട്. ഇനി പുട്ടപ്പുറത്തിയിൽ സായി, അവിടുത്തെ ഡിവോട്ടീസ് തമ്മിലൊരു ഐക്യമുണ്ട്. അവർ പറയുന്ന സായിറാം, ഓം സായിറാം, ഷിർദി സായി, ഒരു ഐക്യമുണ്ട്. തിയോസഫിക്കൽ സൊസൈറ്റി, അതിനകത്ത് മെമ്പേഴ്സ് തങ്ങളുടെ ഐക്യമില്ല. കാര്യം എന്താ പറയുക, അവർ പല മതങ്ങൾ പലതാണ് പറയുന്നത്. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന പലരുണ്ട്. അവരൊരുമിച്ചിരുന്ന് സംസാരിച്ചാൽ അവർ പലപ്പോഴും അവർ പിടിച്ച മുയലിന് 3 കാലെന്ന് പറയുകയാണ്. അപ്പം അത് യഥാർത്ഥത്തിൽ നമ്മളീ പറയുന്ന കണക്ക് തേനീച്ച ഏതൊക്കെ പുഷ്പത്തിൽ നിന്ന് തേനെടുക്കുന്നു എന്നുള്ളതല്ല, അതിന് തേൻ വേണം. എല്ലാ പുഷ്പത്തിലും തേനുണ്ട്. ഇനി തേൻ കുടിക്കണമെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് തേൻ വാങ്ങിച്ച് കുടിച്ചാൽ പോരെ? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണോ? അതിന് പിന്നെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ടല്ലോ. ഏതാ, പുഴയുടെ സൈഡിലിരുന്നപ്പം ഒരാൾ പുഴയുടെ മേളിൽ കൂടെ നടന്നു പോയി. അപ്പം ഇപ്പുറത്തൊരു സ്വാമി ഉണ്ടായിരുന്നു. അപ്പം സ്വാമി ചോദിച്ച്, എത്ര വർഷം കൊണ്ട് പഠിച്ചു? ഞാൻ കുറേ വർഷം കൊണ്ട് പഠിച്ചു. സ്വാമി പറഞ്ഞ്, 5 പൈസ കൊടുത്താൽ അപ്പുറത്ത് പോയിക്കൂടെയെന്ന്. ഇതാണ് അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര സീരിയസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇതിനകത്ത് എവിടെ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചിരുന്നു, മാസ്റ്റേഴ്സ് ലെറ്ററാണ് തിയോസഫിയിൽ, എവിടെയോ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ചു, നിങ്ങൾ ഒരിക്കലും സീരിയസ് ആവേണ്ട കാര്യമില്ല, ലൈഫിൽ നിങ്ങൾ സീരിയസ് ആവേണ്ട കാര്യമില്ല. പക്ഷേ ലൈഫിനെ നിങ്ങൾ വളരെ ഇതായിട്ട് കാണണം. പക്ഷെ നിങ്ങൾ സീരിയസ് ആയിരിക്കണം. ഇത് ഗംഭീര വാക്കാണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ ഇതറിയാൻ വേണ്ടി നമ്മൾ വളരെ സീരിയസ് ആയിട്ടൊരു റിസർച്ച് നടത്തി ഏതെന്നാണോ നമ്മൾ അറിയേണ്ടത് അതറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. അതിനാണ് ഞാൻ ഇന്ന് 3 ഉപനിഷത്താണ്, 3 ഉപനിഷത്തിൻ്റെ പേര് പറഞ്ഞു. ബാക്കി 6 ഉപനിഷത്തിൻ്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഉപനിഷത്ത് വായിച്ചിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഞാനിത് ഇന്നും പറയാൻ കാരണം, പലരോടും ജിദ്ദു കൃഷ്ണമൂർത്തി, രമണ മഹർഷിയും പറയാം, അവരെന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളതല്ലേ ഉള്ളൂ. സത്യമാണ്. കാര്യം സത്യം ആര് പറഞ്ഞാലും ഒന്നല്ലേ ഉള്ളൂ, അത് സയൻസല്ലേ. പിന്നെയും നമ്മൾ ആരോടാണ് തർക്കിക്കുന്നത്? തർക്കിക്കുന്നതിൽ തെറ്റില്ല. പറയാനുള്ളത് അടിയുറച്ച് നീ പറയുന്ന വിവരക്കേടാണ് എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല. ശ്രീരാമയുടെ ബുക്കുകൾ ശ്രദ്ധിച്ചറിയാം. ഹിമാലയൻ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ വിവരക്കേട് പറഞ്ഞാൽ ഗുരു കാല് മുടക്കി ഒരു ചവിട്ട് കൊടുക്കും. ഏതാ, മലയുടെ പുറത്ത് ഉരുണ്ട് താഴെ പോകും. പിന്നെ അയാൾ മുകളിൽ കയറി വരും. ഇവരെ അറിയാനുള്ള ആഗ്രഹം അതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ വിവരക്കേട് പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരുന്നാലുള്ളൊരു പ്രശ്നം എന്താ പറയുക, ആ പരിസരത്തുള്ളതെല്ലാം വിചാരിക്കുക അത് ശരിയാണ്. അത് തിരുത്താനുള്ള കർമ്മയോഗിയാണ്. നമുക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ തിരുത്തുന്നതിൽ തെറ്റില്ല. ഇനി തിരുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ധൈര്യമുള്ളവർക്കാണ്. ഇത് തപസ്സാണ്. ഊണിലും ഉറക്കത്തിലും കണ്ടിട്ടില്ലേ? ചിലർ സ്നേഹിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഒരാണ് പെണ്ണിനെ സ്നേഹിക്കുമ്പോഴും പെണ്ണാണിനെ സ്നേഹിക്കുമ്പോഴും പ്രേമം അസ്ഥിക്ക് പിടിക്കുക എന്ന് പറയത്തില്ലേ? പുറകെ നടന്ന് അവസാനം 2 പേരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഒരു പ്രശ്നവുമില്ല. പ്രായം പോലും പ്രശ്നമില്ല. 10ഉം 20ഉം വർഷമൊക്കെ പ്രായം വ്യത്യാസമുള്ളവർ പ്രേമിക്കുന്നു, സ്നേഹിക്കുന്നു. ഞാനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല. ആ ആസക്തി എങ്ങനെയാണോ ആ ഒരു പെൺകുട്ടിയോ ഒരു പുരുഷനെയോ എങ്ങനെ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ തീവ്രമായ ആഗ്രഹം ഈ സത്യം പഠിക്കാനുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ 4 അയലത്ത് പോലും വരാൻ പറ്റൂ. ഇനി ഇതിൻ്റെ 4 അയലത്ത് വന്നിട്ടും കാര്യമില്ല. നീന്തണമെങ്കിൽ ആ വെള്ളത്തിൽ ചാടണം. എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളമെന്ന് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മീനെന്ന് പറയുന്നത്, നമ്മളൊരു മീനാണെങ്കിൽ ആ മീൻ വെള്ളത്തിലാണെന്ന് പോലും അറിയാതെയാണത് ജീവിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ സിദ്ധാന്തങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളയണം.
ഈ സൗന്ദര്യ ലഹരി, ഈ ഒരു ലഹരി ഉണ്ടല്ലോ, അത് വാക്കുകൾക്ക് അതീതമാണ്. ഒരു കടുകട്ടി സാധനവും ഇല്ല, ഒരു സംസ്കൃതവും വേണ്ട, ഒരു ഇംഗ്ലീഷും വേണ്ട. ഞാൻ എന്നും സംസാരിക്കുമ്പോഴും എനിക്ക് ആ മൊമെൻറ്റിൽ തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ ഒത്തിരി തെറ്റുകൾ വരാം. കേൾക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ഇത് ശരിയാണെങ്കിൽ ശരിയെന്ന് പോസ്റ്റ് ചെയ്യുക, അതല്ല ഇന്നത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും പോസ്റ്റ് ചെയ്യുക. ഇനി ആരും പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ ടോക്ക് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അതിനകത്ത് വിചിത്രമായി ഞാൻ കണ്ട ചില കാര്യങ്ങളുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ചിലപ്പോൾ ഒരു കാക്ക വന്നിരുന്ന് സ്ഥിരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്ന കേൾക്കാം, മറ്റ് കിളികൾ ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കാം. ശരിക്കും പ്രകൃതിക്ക് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, നമ്മളിത് ശ്രദ്ധിക്കാതെ പോകുന്നല്ലോ. ശരിക്കും നമ്മൾ ഈ ഒരു സൗന്ദര്യം മിസ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഇന്നത്തെ ഇതിവിടെ അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.